മലയാളികൾക്ക് വളരെയധികം നന്നായി അറിയുന്ന ഒരു താരമാണ് ഗബ്രി. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ ബിഗ് ബോസിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരാണ് ഗബ്രി. ഗബ്രിയോടൊപ്പം തന്നെ ജാസ്മിനെയും പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അറിയുന്നു. ഇവർ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത ഇടയ്ക്ക് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കേൾക്കുന്ന മറ്റൊരു ദുഃഖവാർത്ത ഗബ്രിക്ക് അപകടം സംഭവിച്ചു എന്നതാണ്. ഗബ്രിക്ക് അപകടം സംഭവിച്ചു എന്ന വാർത്ത വന്ന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ബിഗ് ബോസ് സീസണിൽ 6 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ഗബ്രി. മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് ഗബ്രി എന്ന് പറയാം. ഗബ്രി ജോസിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ കവരുകയാണ് എന്നുകൂടി പറയണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ സജീവമല്ലായിരുന്ന താരം താൻ നേരിട്ട വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വലിയൊരു അപകടത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ചികിത്സയെക്കുറിച്ചുമൊക്കെയാണ് താരം വെളിപ്പെടുത്തുന്നത്. താനൊന്ന് സുഖം പ്രാപിച്ച് വരികയാണെന്നാണ് ഗബ്രി പറയുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദിയെന്നും ഗബ്രി കുറിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഗബ്രി പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് ഗബ്രി ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുന്നത്. ഇത്രയും നാളും ഗബ്രി മൗനമായിരുന്നത് ജാസ്മിനുമായുള്ള പ്രശ്നത്തിലായിരിക്കും എന്നാണ് പലരും കരുതിയത്. എന്നാൽ അങ്ങനെയല്ല. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നു എന്നാണ് ഗബ്രി തന്നെ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ അല്പം നിശബ്ദനാണ്. ജനുവരി 26-ന് എനിക്കൊരു ഗുരുതരമായ അപകടം സംഭവിച്ചു. അന്നു മുതൽ എൻ്റെ ജീവിതത്തിലെ വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അത് ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കുകയായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംഭവിച്ച ഒരു കാര്യം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഞാൻ വിശ്രമത്തിലായിരുന്നു. സുഖം പ്രാപിക്കുന്നതിനും വേഗത കുറച്ച് എൻ്റെ ശരീരം ശ്രദ്ധിക്കാൻ പഠിക്കുന്നതിനുമുള്ളൊരു ഓട്ടത്തിലായിരുന്നു. ശാരീരികമായും മാനസികമായും ഇതെന്നെ എളുപ്പമായിരുന്നില്ല. എങ്കിലും ഓരോ ദിവസത്തെയും അതിൻ്റേതായ രീതിയിൽ അതിജീവിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതുമാത്രമേ എനിക്ക് ശക്തമായി ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. ശക്തമായി ഇരിക്കാനും എത്രയും വേഗം സുഖം പ്രാപിക്കാനും ഈ ഘട്ടത്തെ മറികടക്കാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥനകളിൽ എന്നെ ഉൾപ്പെടുത്തണം. നിങ്ങൾ നൽകുന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും നന്ദി. ഒരുപാട് പേർ എന്നെ അന്വേഷിച്ചു. ഒരുപാട് പേർ എന്താണ് കാര്യമെന്ന് എന്നോട് ചോദിച്ചു. എല്ലാവരോടും മറുപടി പറയാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെയാണ് എനിക്ക് സാധിക്കാൻ പറ്റാതെ പോയത്. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഓരോ തവണയും പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിച്ചിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഇത്രയും മാത്രം ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലും മനസ്സിലാക്കിയത്. ഒരുപാട് പേര് എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടെങ്കിലും ഇത്രയും അധികം ആൾക്കാർ എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും എന്നെ സ്നേഹിച്ചിരുന്നുവെന്നും ഞാൻ ഈ അവസരത്തിലാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ എല്ലാവരോടും എനിക്ക് കാര്യം പറയാൻ സാധിച്ചില്ല. എന്നാൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നതിന് ശേഷം എല്ലാവരോടും കാര്യം പറയുമെന്നും ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഗബ്രി പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.